ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആറ്റുകാൽ ദേവി ക്ഷേത്രം 6ാം തിരുവുത്സവം 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച. അന്ന് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പാടുന്ന പാട്ട്, അന്നത്തെ കഥ, അന്ന് നമ്മൾ ജപിക്കേണ്ടുന്ന നാമം, ഈ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പതികാരം എന്ന കഥയിലെ കണ്ണകി ചരിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുന്നത്. കണ്ണകിയുടെ കഥയാണ് ഓരോ ദിവസവും തോറ്റം പാട്ട് എന്ന രൂപത്തിൽ പാടുന്നത്. ഇതുവരെ നടന്ന സംഭവങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയാം. ഇതുവരെ കേൾക്കാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, പൊങ്കാല ഇടുന്ന ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ തന്നെ ഭഗവതിയുടെ കഥ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ശ്രേഷ്ഠമാണ്. ദേവിയുടെ ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയി പിന്നീട് പൊങ്കാല ഇടുമ്പോൾ ആ പൊങ്കാലയ്ക്ക് ശ്രേഷ്ഠത കൈവരും. അതുകൊണ്ടാണ് ഓരോ ദിവസത്തെയും കഥ പറയുന്നത്. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ 1ാം തിരുവുത്സവ ദിവസം അന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നും ഭഗവതിയെ ആവാഹിക്കുകയും ഉടവാളിൽ ദേവിയെ ആവാഹിച്ച് കാപ്പുകെട്ടി കുടിയിരുത്തുകയും ചെയ്യും. പിന്നീട് അവിടെ ഓരോ ദിവസവും കണ്ണകി ചരിതം ഓരോരോ ഭാഗങ്ങളായിട്ട് പാടും. കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ധനികനായ കപ്പൽ വ്യാപാരിയുടെ മകളാണ് അതിസുന്ദരിയായ കണ്ണകി. കണ്ണകിക്ക് 12 വയസ്സായ സമയത്ത് 16 വയസ്സ് പ്രായമുള്ള മറ്റൊരു ധനികൻ, ആ ധനികന്റെ പേരാണ് മച്ചാട്ടുവൻ. മച്ചാട്ടുവൻ എന്ന ധനികന്റെ മകനായ കോവലനുമായി, കോവലൻ അന്ന് 16 വയസ്സാണ്, കോവലനുമായി വിവാഹം ഉറപ്പിക്കുന്നു. രണ്ടുപേരും, കണ്ണകിയും കോവലനും, സൗന്ദര്യമുള്ളവരും ധനമുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആർഭാടപൂർവം ആ വിവാഹം നടന്നു. പിന്നീട് അങ്ങോട്ട് വളരെ സുഖകരമായ ജീവിതമാണ് അവര് നയിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു നൃത്ത പരിപാടിയുടെ ഇടയിൽ കോവലൻ മാധവി എന്ന നർത്തകിയെ കാണുകയും ഈ നർത്തകിയുമായി സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് മാധവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ കോവലൻ കണ്ണകി ദേവിയെ ഉപേക്ഷിച്ചിട്ട് മാധവിയുടെ കൂടെ താമസമാക്കുന്നു. ആ ബന്ധത്തിൽ, അതായത് കോവലനും മാധവിക്കും ഒരു മകൾ ജനിക്കുന്നു. ആ മകളുടെ പേരാണ് മണിമേഖല. വളരെ കാലത്തെ ദാമ്പത്യത്തിനു ശേഷം ഇന്ദ്രദേവനുമായി ബന്ധപ്പെട്ട ഒരു പൂജയുടെ നൃത്തവേളയിൽ, ആ വേളയിൽ വെച്ച് മാധവിയും കോവലനും തമ്മിൽ ഒരു പാട്ടു മത്സരമാണ്. നൃത്തവും പാട്ടുമൊക്കെയുള്ള ഒരു മേളയാണ്. ആ മേളയ്ക്ക് ഇടയിൽ വെച്ചിട്ട് കോവലനും മാധവിയുമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ കോവലൻ മാധവിയെയും മകളെയും ഉപേക്ഷിക്കുന്നു. അതിനുശേഷം തിരികെ കണ്ണകിയുടെ വസതിയിലേക്ക് എത്തിച്ചേരുന്നു. കണ്ണകി വളരെ സന്തോഷത്തോടു കൂടി കോവലനെ സ്വീകരിക്കുന്നു. കോവലൻ ഉപേക്ഷിച്ചു പോയതിനു ശേഷം മാധവി തൻ്റെ നൃത്തവും തൻ്റെ ശ്വാസം പോലെ കരുതിക്കൊണ്ടിരുന്ന, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തൻ്റെ നൃത്തവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചതിനു ശേഷം മകളുമായി ബുദ്ധമതം സ്വീകരിക്കുകയും ആ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. തിരിച്ച് കണ്ണകിയുടെ അടുക്കലെത്തിയ കോവലൻ ദരിദ്രനായിരുന്നു. കാരണം സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടിരുന്നു, വ്യാപാരവും ആ സമയം കൊണ്ട് ഇല്ലാതായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കണം എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് കണ്ണകി തൻ്റെ കാലിലുണ്ടായിരുന്ന ചിലമ്പുകളിൽ ഒരു ചിലമ്പ് കോവലന് കൊടുക്കുന്നത്. ഇത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് നമുക്ക് വ്യാപാരം വീണ്ടും തുടങ്ങാമെന്നും അങ്ങനെ നമുക്ക് ജീവിക്കാമെന്നും കണ്ണകി കോവലനോട് പറയുന്നു. അതനുസരിച്ചിട്ട് കോവലൻ ഒരു രത്നവ്യാപാരിയുടെ
അടുക്കലേക്ക് ഈ ചിലമ്പുമായി പോകുന്നു. രാജാവിൽ നിന്നും നല്ല ധനം മേടിച്ചു തരാം എന്ന് വിശ്വസിപ്പിക്കുകയും ഈ രത്നവ്യാപാരി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കോവലനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ രത്നവ്യാപാരി, ഈ സ്വർണ്ണപ്പണിക്കാരൻ രാജാവിന്റെ സ്വർണ്ണപ്പണിക്കാരനാണ്. ആ സമയത്ത് പാണ്ഡ്യരാജാവിന്റെ ഭാര്യയുടെ സ്വർണ്ണക്കൊലുസ് മോഷണം പോയിരുന്നു. അതിന്റെ അന്വേഷണത്തിലാണ്. ഈ രത്നവ്യാപാരിയാണ്, ഈ സ്വർണ്ണപ്പണിക്കാരനാണ് ആ ചിലമ്പ് യഥാർത്ഥത്തിൽ മോഷ്ടിച്ചത്. കോവലൻ കൊണ്ടുചെന്ന ചിലമ്പിന്റെ അതേ ആകൃതിയിലും വലിപ്പത്തിലും രൂപത്തിലുമുള്ള ചിലമ്പായിരുന്നു രാജ്ഞിയുടെയും. അതുകൊണ്ട് തന്നെ കൗശലക്കാരനായ ആ സ്വർണ്ണവ്യാപാരി, ആ രത്നവ്യാപാരി ഈ ചിലമ്പ് രാജാവിനെ ഏൽപ്പിക്കുകയും ഇത് രാജ്ഞിയുടെ ചിലമ്പാണ് എന്ന് പറയുകയും കോവലനാണ് മോഷ്ടിച്ചത് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജാവും രാജ്ഞിയും പരിശോധിക്കുന്നു ഈ ചിലമ്പ്. സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് വീണ്ടും പരിശോധിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് രാജ്ഞിയുടെ ചിലമ്പാണ്. അതോടുകൂടി കോവലനുമേൽ കുറ്റം ആരോപിക്കുന്നു. ഈ ഭാഗമാണ് കഴിഞ്ഞ ദിവസം കോവലനുമേൽ കുറ്റം ആരോപിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ ദിവസം പാടിയത്. അതായത് ഇന്ന് പാടിയത്. വിചാരണ കൂടാതെ കുറ്റം ആരോപിക്കുകയാണ്. 2026 ഫെബ്രുവരി മാസം 28 ശനിയാഴ്ച, അതായത് നാളെ, ആറ്റുകാൽ ദേവീക്ഷേത്രം 6ാം തിരുവുത്സവം. അന്ന് പാണ്ഡ്യരാജാവ് യാതൊരു വിചാരണയും കൂടാതെ കോവലന് എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാതെ ഇത് രാജ്ഞിയുടെ ചിലമ്പാണ്, കോവലൻ മോഷ്ടിച്ചതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കോവലനെ വധിക്കാനായി ഉത്തരവിടുന്നു. കോവലനെ വധിക്കാനായി ഉത്തരവിട്ട ആ രാജാവിന്റെ പേര്, ആ പാണ്ഡ്യരാജാവിന്റെ പേര് നെടുംചെഴിയൻ എന്നാണ്. നെടുംചെഴിയൻ എന്ന പാണ്ഡ്യരാജാവാണ്, നെടുംചെഴിയൻ എന്ന പാണ്ഡ്യരാജാവാണ് കോവലനെ വിചാരണ കൂടാതെ വധിക്കുന്നതിനായി ഉത്തരവിടുന്നത്. കോവലൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് ഞാൻ മോഷ്ടിച്ചതല്ല, എൻ്റെ ഭാര്യ കണ്ണകിയുടെ ചിലമ്പാണ്, അതുകൊണ്ട് കണ്ണകിയെ വിളിച്ചു വരുത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ അവിടെ ആരും തയ്യാറായില്ല. അങ്ങനെ രാജാവിൻ്റെ ഉത്തരവനുസരിച്ചിട്ട് സൈനികർ കോവലനെ വധിക്കുന്നു. അങ്ങനെ പാണ്ഡ്യരാജാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് കോവലനെ വധിക്കുന്ന ഭാഗമാണ് 6ാം തിരുവുത്സവമായ 2026 ഫെബ്രുവരി മാസം 28 ശനിയാഴ്ച തോറ്റം പാട്ടായി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പാടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ രംഗങ്ങളൊക്കെ കടന്നു വരണം. കണ്ണകീദേവി ചിലമ്പ് കൊടുത്തു വിട്ടിട്ട് പണവുമായി കോവലൻ തിരിച്ചു വരുന്നത് ആലോചിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് കോവലനെ കാത്തിരിക്കുന്ന കണ്ണകിയുടെ മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും വരണം. ആ സമയത്ത് മാധവിയുടെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ കോവലനാണ് 2 സ്ത്രീകളെ ചതിച്ചത്. മാധവിക്ക് ശരിയായ സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കോവലൻ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട്, മാധവിക്ക് നൃത്തമെന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവനായിരുന്നു, ആ നൃത്തം ഉപേക്ഷിച്ചിട്ട് മകളുമായി ബുദ്ധമതം സ്വീകരിച്ചു പോയത്. പലരും മാധവിയെ ഒരു വേശ്യയായി കണക്കാക്കുന്നു, പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അതുകൊണ്ടാണ് കണ്ണകീദേവി ഒരിക്കലും മാധവിയെ ഒന്നും ചെയ്തിട്ടില്ല. കണ്ണകീദേവി കോവലനെ കാത്തിരുന്നു, പക്ഷെ ഒരിക്കലും
മാധവിയോട് ഒരു യുദ്ധത്തിന് പോവുകയോ മാധവിയെ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അതീവ ശക്തിശാലിയാണ്, പതിവ്രതയാണ്. പക്ഷെ മാധവിയെ ഉപദ്രവിക്കുവാൻ കണ്ണകിക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും കണ്ണകി ദേവി അത് ചെയ്തില്ല. അതുകൊണ്ട് മാധവിക്കും കണ്ണകിയോളം തന്നെ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. നമ്മുടെ മനസ്സിൽ അങ്ങനെ വേണം മാധവിയെ കരുതാനായിട്ട്. അങ്ങനെ വിചാരണ കൂടാതെ കോവലനെ വധിക്കുകയാണ് പാണ്ഡ്യരാജാവ്. ആ കഥയാണ് നാളത്തെ ദിവസം പാടുന്നത്. നാളത്തെ ദിവസം വിളക്കു തെളിയിച്ച് പൊങ്കാല ഇട്ടാലും ഇട്ടില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടുന്ന നാമമാണ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ എന്ന നാമം എല്ലാ ദിവസത്തെയും പോലെ 7 തവണ ജപിച്ച് ഭഗവതിയെ നമസ്കരിക്കണം. കണ്ണകീദേവിക്ക് ദേഷ്യമുണ്ടാകുന്ന സമയമാണ്, കോപമുണ്ടാകുന്ന സമയമാണ്. ദേവി ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സർവവ്യാധി പ്രശമനി, സർവമൃത്യു നിവാരിണി, സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ എന്ന് പറഞ്ഞ് ജപിച്ചു തുടങ്ങണം നമ്മളിനി. കാരണം ഇനി ദേവി ഘോരരൂപിണിയായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാമം ജപിച്ച് നമുക്ക് എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ഈ നാമം ജപിക്കണം. സർവവ്യാധി പ്രശമനി, സർവമൃത്യു നിവാരിണി, സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദേവിക്ക് കടുംപായസം സമർപ്പിക്കാം. ചുവന്ന പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യാം. ലളിത സഹസ്രനാമം ജപിക്കാം. ഇതൊക്കെ തന്നെ നാളത്തെ ദിവസം നമുക്ക് ജപിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.